നമ്മുടെ മക്കളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി ഗൂഗിൾ എടുത്തിട്ട് K-Smart എന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ ആദ്യം വരുന്ന ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ K-Smartന്റെ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും നമ്മൾ വരിക. ഇപ്പോൾ K-Smart ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നവരെങ്കിൽ ഇതിൽ ലോഗിൻ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ കാണുന്ന രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ആധാർ നമ്പറും മൊബൈൽ നമ്പറും അതുപോലെ പേരും കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്തിട്ട് സിറ്റിസൺ ലോഗിൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ലോഗിൻ ചെയ്യുക. ഇവിടെ നമ്മുടെ ഫോൺ നമ്പറോ ഇമെയിൽ ഐഡിയോ അല്ലെങ്കിൽ പാൻ നമ്പറോ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരിക. അവിടുത്തെ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ന്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ആദ്യം കാണുന്ന ബർത്ത് സർവീസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ ഏറ്റവും താഴേക്ക് വന്നാൽ ബർത്ത് സർട്ടിഫിക്കറ്റ് സെർച്ച് ആൻഡ് ഡൗൺലോഡ് എന്ന് കാണാം. അത് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാം രണ്ട് രീതിയിൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. നോർമൽ സെർച്ചും അതുപോലെ സ്മാർട്ട് സെർച്ചും. ഇതിൽ ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാം. ഞാൻ സെലക്ട് ചെയ്യുന്നത് നോർമൽ സെർച്ച് ആണ്. എന്നിട്ട് നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മളിവിടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് ഡെലിവറി കഴിഞ്ഞ ഹോസ്പിറ്റലിൻ്റെ ഏതാണോ ഡിസ്ട്രിക്റ്റ് അത് കൊടുക്കുക, അല്ലെങ്കിൽ ഏത് പഞ്ചായത്ത് അത് കൊടുക്കുക. അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് അല്ല കൊടുക്കേണ്ടത്. അതുപോലെ ഇവിടെ കുട്ടി ഫീമെയിൽ ആണോ മെയിൽ ആണോ വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ മദേഴ്സ് നെയിം ഒക്കെയാണ് അവിടെ കൊടുക്കേണ്ടത്. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നമ്മൾ സെർച്ച് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ കുട്ടിയുടെ ഈ ജനന ഡീറ്റെയിൽസ് എല്ലാം ഹോസ്പിറ്റലാണ് പഞ്ചായത്തിനും അതുപോലെ മുനിസിപ്പാലിറ്റിയും ഒക്കെ നൽകുന്നത്. അതുകൊണ്ട് ഡെലിവറി കഴിഞ്ഞിട്ട് 1 മന്തിന് ശേഷം സെർച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളിതിൻ്റെ ലാസ്റ്റിലേക്ക് വന്നാൽ ആക്ഷൻ എന്ന ഭാഗത്ത് ഒരു കണ്ണിൻ്റെ സിമ്പിൾ കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. ഇത് നമുക്ക് ഇവിടുന്ന് പ്രിന്റ് എടുക്കാനും അതുപോലെ ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷന് കാണാം. ഈ രീതിയിലാണ് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.